കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഏട്ടൻ അത്രയ്ക്ക് ഡീപ്പായി എന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലേ? സോറി. അപ്പോ അത്രയ്ക്ക് ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്താലല്ലേ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. വേറൊരു തവണയും ഞാൻ ഏട്ടനെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്തത് പോട്ടെ, ഇനി ഒരിക്കലും ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല. ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആവട്ടെ. പറഞ്ഞോളൂ. എന്തോ ഉണ്ട്, അത് പറയാൻ പറ്റാതെ വിഷമിക്കുക. സംതിങ് എന്തോ ഉണ്ട്. അതെന്താണെന്നാ മനസ്സിലാവാത്ത, എങ്ങനെയൊന്ന് കണ്ടുപിടിക്കുക? ഏട്ടാ, എന്തിനാ എങ്ങനെ ഇരുന്ന് ഏട്ടാ സർക്കസ് കാണിക്കുന്നേ? ഇത് അവിടെ എങ്ങനെ പോയി ചെയ്തൂടെ? എന്ത് സർക്കസാടാ? അല്ല, എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു, അതുകൊണ്ടാ. രാത്രി വീഴുമ്പോ ഒരു സൈഡ് തന്നെ തിരിഞ്ഞിടന്നോണ്ടേ ഈ സൈഡ് എന്തോ ഉളിക്കിയത് പോലെ. നീ എന്താടാ താഴെയാണോ കിടന്നേ? അതെങ്ങനെ ഏട്ടന് മനസ്സിലായത്? എക്സ്പീരിയൻസ് അല്ലേ അനിയാ. അവളുടെ അഹങ്കാരം താങ്ങാൻ പറ്റുന്നില്ല ഏട്ടാ എനിക്ക്. എന്നാ പിന്നെ ഫാഷൻ ഡിസൈനിങ്ങിന് വിട്ടൂടെ? അത് അമ്മയുടെ ഏട്ടൻ പറയോ? അങ്ങനെ നീ എനിക്കിട്ട് പണിയല്ലേ? ധൈര്യം ഇല്ലെന്ന് പറഞ്ഞാ പോരെ? നിനക്ക് വലിയ ധൈര്യമാണല്ലോ. എനിക്ക് ധൈര്യം ഇല്ലാത്തോണ്ടല്ല, അവളെ വിശ്വസിക്കാൻ കൊള്ളില്ല. എന്താടാ പറയുന്നേ? പ്രേമിച്ചല്ലേ നീ കല്യാണം കഴിച്ചത്, എന്നിട്ട് വിശ്വാസമില്ലെന്നൊക്കെ പറഞ്ഞ? അവള് കൃത്യമായിട്ട് ക്ലാസ്സിലൊന്നും പോയിട്ടില്ല ഏട്ടാ. ഞാനും അവളും കൂടി പാർക്കും ബീച്ച് സിനിമ എന്നൊക്കെ പറഞ്ഞ് നടന്നതാ. അപ്പോ കാർത്തിക ഉഴപ്പാൻ കാരണം നീ അല്ലേ? അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇന്നിതിപ്പോ ഇങ്ങനെയൊക്കെ ആവുന്ന ആരറിഞ്ഞു? എന്താ ചെറിയ ഡള്ളായിട്ടിരിക്കുന്നേ? നിന്റെ ചെറിയച്ഛൻ വലിയൊരു പ്രശ്നത്തിലകപ്പെട്ടിരിക്കടാ ഉണ്ണി. അങ്ങനെ എന്ത് പ്രശ്നം വല്യച്ഛ? നിന്റെ ചെറിയമ്മയില്ലേ, അവൾക്കിപ്പോ വലിയ ഫാഷൻ ഡിസൈനർ ആവണോന്ന്. അതിലെന്ത് തെറ്റാ ചെറിയച്ഛ? അമ്മ ഓഫീസിലേക്ക് പോകുന്നത് പോലെ ചെറിയമ്മയ്ക്ക് ഫാഷൻ ഡിസൈനിങ്ങും ചെയ്യാൻ പറ്റുമല്ലോ. അതിന് അമ്മൂമ്മ സമ്മതിക്കണ്ടേ ഉണ്ണി? ചെറിയമ്മ പറഞ്ഞാ സമ്മതിക്കുമല്ലോ. അതത്ര എളുപ്പമുള്ള കാര്യമല്ല ഉണ്ണി. ഈസി ആണ് ചെറിയച്ഛ. ഇവന്റെ എന്തോ ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. എന്ത് ചെയ്ത അമ്മൂമ്മ സമ്മതിക്കുമെന്നൊന്ന് പറയുണ്ണി.
റെഡിമെയ്ഡ് സാരി എടുത്ത് ചെറിയമ്മയുടെ കയ്യിൽ കൊടുത്തെന്ന് വെച്ചോ. ചെറിയമ്മ അതില് ഒരു ഭംഗിയുള്ള ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാ അമ്മമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ട് സമ്മതിക്കല്ലോ. അവൻ പറയുന്ന കറക്റ്റ് അല്ലേ? കാർത്തിക അങ്ങനെ ഒരു ഐഡിയ ചെയ്തോണ്ടല്ലോ അമ്മ സമ്മതിക്കൊന്ന് ഉറപ്പാ. യെസ് യെസ്. ഏട്ടാ, കാർത്തികയെ കൊണ്ട് അമ്മയെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ? തുടക്കത്തിൽ തന്നെ നെഗറ്റീവ് പറയലടാ. നീ ചെന്ന് കാർത്തികയുടെ അടുത്ത് പറയേ. താങ്ക്സ് ഡാ മോനെ ഉണ്ണി. താങ്ക് യു സോ മച്ച്. നിനക്ക് ഒരുപാട് ചോക്ലേറ്റ് ഉണ്ട്. ഇറ്റ്സ് ഓക്കേ ചെറിയച്ചാ. ഞാൻ പോയിട്ട് വരാം ഏട്ടാ. പ്രതിഷ്ഠ ചെറുതാണെങ്കിലും പ്രശസ്തി വലുതാ. ആളൊരു കടുകുമണിയാണെങ്കിലും അവന്റെ ഐഡിയ നല്ലതാ. ഉണ്ണി ഉണ്ണി എനിക്കും എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞാടാ. എന്തിനാ വല്യച്ഛ? അക്കൗണ്ട്സ് ഒക്കെ തെറ്റില്ലാതെ എങ്ങനെ ചെയ്യാന്നൊന്ന് പറയോ? അത് സിമ്പിളാ വല്യച്ഛ. ഈ തെറ്റ് വരുമെന്നുള്ള പേടിയൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്യണം. അപ്പൊ ഒരു തെറ്റും വരില്ല. എന്റെ മാത്സ് ടീച്ചർ എന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നത്. യെസ്, കറക്റ്റ് കറക്റ്റ്. താങ്ക് യു ഉണ്ണി, താങ്ക് യു. ഞാൻ ഇപ്പൊ തന്നെ ഇത് പോയി ഭാവനോട് പറയും. മോനെ ഉണ്ണി, നീ വലിയ ബുദ്ധിശാലിയാണല്ലോടാ. അമ്മമ്മയുടെ അത്രയും വലിയ ബുദ്ധിയൊന്നും എനിക്കില്ല. എനിക്കൊക്കെ എന്ത് ബുദ്ധി, നീയല്ലേ ബുദ്ധിശാലി. താങ്ക് യു അമ്മമ്മ. അതൊക്കെ പോട്ടെ, നീ ഇപ്പൊ അഖിലിനൊരു ഐഡിയ കൊടുത്തില്ലേ? അതില് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം വരാനാ? അത് ആ ഐഡിയ പാളിപ്പോവോ ഇല്ലേന്നറിയാനാ. ചെറിയമ്മ ആ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു കുഴപ്പം തന്നെ ഉണ്ടാവില്ല. നേരെ ചെയ്തില്ലെങ്കിലാ കുഴപ്പം. തെറ്റു വരാതെ ചെയ്യാൻ ഇത്തിരി പാടാണടാ. അങ്ങനെയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. എന്തൊക്കെയായാലും നീ എന്നെ കടത്തി വെട്ടിയല്ലോടാ. അമ്മമ്മക്ക് എന്തെങ്കിലും ഐഡിയ ഞാൻ പറഞ്ഞു തരണോ? എന്റെ കല്യാണം നടക്കണം. എന്താന്ന്? അത് പിന്നെ ഒന്നുമില്ലടാ. നിനക്ക് പുണ്യം കിട്ടൂടാ. കാർത്തികയെ ഫാഷൻ ഡിസൈനർ ആക്കാൻ പറ്റുമെങ്കിൽ. അമ്മമ്മക്ക് എന്താവണമെന്ന് ആഗ്രഹം? വയസ്സാവുന്നതിന് മുമ്പ് വൈഫ് ആവണമെന്ന ആഗ്രഹം. ആ ഭാഗ്യം എനിക്ക് ഉണ്ടാവോ എന്തോ. എന്താ തലേണ മുകളിൽ വെച്ചത്? ഞാൻ ഈ ബെഡ്ഷീറ്റും വെക്കും. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിലത്ത് കിടക്കണമെന്നല്ലേ പറഞ്ഞേ? ഇനി മുതൽ ഞാൻ ഈ ബെഡിലേ കിടക്കൂ. നിന്റെ അടുത്ത് തന്നെ കിടക്കുകയും ചെയ്യും. നിന്റെ ദേഹത്ത് കൈ വെക്കും, എന്റെ കാലെടുത്ത് വെക്കും, പിന്നെ നിന്നെ ഹഗ്ഗും ചെയ്യും, പിന്നെ കിസ്സും ചെയ്യൂടെ. കാല് വെച്ച കാലും കൈ വെച്ച കൈയും ഓടിച്ചെടുക്കും. ഉമ്മ വെക്കാനാണെങ്കിൽ കരണം നോക്കി ഒരെണ്ണം തരും. അപ്പൊ നിന്നെ ഞാനൊരു നല്ല ഫാഷൻ ഡിസൈനറാക്കി മാറ്റിയാലും ഇതേ ട്രീറ്റ്മെന്റ് തന്നെ ആയിരിക്കോ? അപ്പോ നീ എന്നെ ഫാഷൻ ഡിസൈനർ ആക്കാൻ പോവാണോ? അതുകൊണ്ടല്ലേടി താഴെ കിടന്ന ബെഡ്ഷീറ്റും തലേണയും മുകളിൽ എടുത്തു വെച്ചത്.
അപ്പൊ ഒരു ദിവസം നിലത്ത് കിടന്നപ്പോ നിനക്ക് ബുദ്ധി ഉദിച്ചല്ലേ? എടി മോളെ, ഞാൻ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടൊരു പ്ലാൻ ഉണ്ടാക്കിയപ്പോ നീ എന്നെ വെറുതെ കളിയാക്കാണോ? എന്ത് പ്ലാനാ ആലോചിച്ചേ? നീ ഫാഷൻ ഡിസൈനർ ആവണമെങ്കിൽ ആദ്യം സമ്മതം തരേണ്ടത് ആരാ? വേറെ ആരാ? നിന്റെ അമ്മ. എന്റെ അമ്മയെ നീ ഇംപ്രസ് ചെയ്താ? എങ്ങനെ? നീ എന്റെ അമ്മയുടെ ഒരു സാരി എടുത്ത് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് അമ്മയെ സന്തോഷിപ്പിച്ചാ അമ്മ നിന്നെ അക്സെപ്റ്റ് ചെയ്ത് നല്ലൊരു ഫാഷൻ ഡിസൈനർ ആക്കി അങ്ങ് പറത്തും. വാവ്, നൈസ് തോട്ട് അഖിൽ. ഇത്രയും നല്ലൊരു ഐഡിയ എനിക്ക് എന്താ തോന്നാതിരുന്നത്? ബുദ്ധിയുള്ളവർക്ക് മാത്രമേ തോട്ട്സ് ഒക്കെ ഉണ്ടാവൂ. അഖിൽ, ഞാൻ വെറുതെ ജോക്ക് പറഞ്ഞതാ. താങ്ക് യു അഖിൽ. ഇങ്ങനെ വെറും താങ്ക്സ് മാത്രമേ ഉള്ളൂ, വേറൊന്നും തരില്ലേ? രാത്രി ഒന്ന് ആയിക്കോട്ടെ. രാത്രി പതിവായി ഡിന്നർ കഴിക്കും. ഇപ്പോ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ? എടാ കൊച്ചുമോനെ, കൊച്ചുമോനെ. സോറി, ഡിസ്റ്റർബ് ചെയ്തോ? നിങ്ങൾ ജനിച്ചത് അതിനു വേണ്ടിയല്ലേ? ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ജനിച്ചതും. അവൻ തുടങ്ങി. നിങ്ങളെ സുമംഗലി എന്നല്ല വിളിക്കേണ്ടത്, കത്തിയെന്നോ പാരയെന്നോ കഠാരയെന്നോ വിളിക്കേണ്ടത്. അമ്മേ, എന്താടോ കൊച്ചുമോനെ, നിങ്ങൾ ഇവിടെ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ എങ്ങനെ അറിയാനോ? ബെഡ്റൂമിൽ ഭാര്യയും ഭർത്താവും ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ ഇരിക്കേണ്ടത്? പോത്തുപോലെ വളർന്നു, ഒരു വിവരവും ഇല്ല. ഒരാളെയും സന്തോഷമായിട്ട് ജീവിക്കാൻ സമ്മതിക്കരുത്. അന്ന് മുകളിൽ നിന്ന് വീണപ്പോ തട്ടിപ്പോകുന്ന വിചാരിച്ചു. നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ആ യമരാജന് പോലും ധൈര്യമില്ലെന്ന് തോന്നുന്നത്. നിങ്ങൾ മാത്രം ജീവിച്ച് ഞങ്ങളെ കൊന്നുകൊണ്ടിരിക്കാം. കൊച്ചുമോനെ, വേണ്ടി പോരുത്. നിങ്ങൾ എന്റെ ലൈഫിൽ ഒരു ഡിസ്റ്റർബൻസ് ആവുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെ കല്യാണം കഴിപ്പിച്ച് ഇവിടെ നിന്ന് വിട്ടേനെ. എല്ലാരും ഈ കാര്യം എന്നോട് പറയുന്നു എന്നല്ലാതെ അതിനുവേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ. അയ്യോ, എന്റെ കല്യാണം അവിടെ നിക്കട്ടെ. ഉണ്ണി നിന്നോട് പറഞ്ഞ ഐഡിയ കാർത്തിയോട് നീ പറഞ്ഞോ? ഇളയം ആദ്യം പുറത്തു പോയെ, ഒന്ന് പോവാൻ. എന്താടാ പറ്റിയേ? നീ പറഞ്ഞില്ലേ? എന്നാ ഞാൻ പറയാം. വേണ്ട, ഉണ്ണി എന്താ ഐഡിയ പറഞ്ഞു തന്നെ ആന്റി? അതൊന്നുമില്ല കാർത്തിക. എന്താടാ ഇത്? അവൻ നല്ല ഐഡിയ അല്ലേ പറഞ്ഞത്? ദയവ് ഇത് വായൊന്ന് അടച്ചു വെക്കൂ. ആന്റി, നിങ്ങൾ കാര്യം പറ. അതെ കാർത്തിക, വേണ്ട. നിനക്ക് ഫാഷൻ ഡിസൈനർ ആവണമെന്നല്ലേ ആഗ്രഹം? അതിന് നിന്റെ അമ്മായിയെ സമ്മതിപ്പിക്കാൻ ഉണ്ണി നല്ലൊരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ സാരി ഡിസൈൻ ചെയ്ത് സന്തോഷിപ്പിക്കണമെന്നല്ലേ? ഓ, അപ്പൊ ഇവൻ പറഞ്ഞു അല്ലേ? ഇത് ഇവന്റെ ഐഡിയ ആണെന്നാണ് എന്നോട് കള്ളം പറഞ്ഞത്. എന്താടാ, മറ്റുള്ളവരുടെ ഐഡിയ അടിച്ചു മാറ്റലാണോ നിന്റെ പണി? ഇവിടെ വന്ന് ഇതൊക്കെ എഴുന്നള്ളിക്കാൻ വല്ല കാര്യം ഉണ്ടായിരുന്നോ?
ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ ഐഡിയ ഇതുപോലെ മോഷ്ടിക്കാറില്ലടാ. അതെ അതെ, ഇളയമ്മ വലിയ ഐഡിയക്കാരിയല്ലേ. ആർക്കും തോന്നാത്ത ഐഡിയ ഒക്കെ തോന്നും. നീ എന്നെ ചീറ്റ് ചെയ്യായിരുന്നല്ലേ? നിന്നെ ഉണ്ടല്ലോ. ഒരു നിമിഷം നിക്ക്. നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ ഞാനെന്തിനാ? എന്നാ ഞാൻ പോവാണേ. എന്താ ഇളയമ്മേ, ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോ വന്ന് ഡിസ്റ്റർബ് ചെയ്യും. ഇവളെന്നെ തല്ലാൻ വരുമ്പോഴേക്കും ഇളയമ്മ എസ്കേപ്പ് ആവാ. പോവല്ലേ. നേരത്തെ ഞാൻ അറിയാതെ വന്നു പോയതാ. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ പോട്ടെ. ഇളയമ്മ ഇളയമ്മ പ്ലീസ് ഇളയമ്മ, ഇളയമ്മ എന്നെ ഒറ്റയ്ക്കാക്കി പോവല്ലേ ഇളയമ്മ. ഭാര്യയ്ക്കും ഭർത്താവിനിടയിൽ ഞാൻ എന്തിനാ? എനിക്ക് നാണം വരുന്നടാ. കാർത്തിക, ഇളയമ്മ ഇളയമ്മ നിന്നെ അത് താനാ എന്നെ ഡിസ്റ്റർബ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്തോണ്ടിരുന്ന. എങ്ങനെയാ അത് മനസ്സിലായേ? ഇങ്ങനെ നിങ്ങൾ എന്താ ചെയ്യുന്നേ? എന്ത് പറ്റി മോളെ? എനിക്ക് വേദനിക്കുന്നുണ്ട്. സോറി മോളെ. നിങ്ങൾ എന്തോ ആലോചനയിലാണെന്ന് തോന്നുന്നു. നിങ്ങൾ എന്താ ആലോചിക്കുന്നേ? അതൊന്നുമില്ല. ആരോടും പറയാനും പറ്റില്ല. അത് പോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ? അതെ, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് ഇഷ്ടാ. നിങ്ങളുടെ അച്ഛനും അമ്മയും ക്ലോസ് ആയിരുന്നോ? അച്ഛനും അമ്മയും നല്ല ക്ലോസ് ആയിരുന്നു. അച്ഛനും അമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അമ്മയ്ക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഞങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഡെയിലി അമ്മയായിരുന്നു ഞങ്ങളെ റെഡിയാക്കി വിടുന്നത്. അച്ഛൻ ഞങ്ങളെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവും. നിറയെ ചോക്ലേറ്റ്സും ഐസ്ക്രീമും മേടിച്ചു തരുമായിരുന്നു. അവധിയുള്ള ദിവസം അച്ഛൻ നേരത്തെ തന്നെ വീട്ടിലെത്താറുണ്ട്. അമ്മയും ഞങ്ങളെയും കൂട്ടി കറങ്ങാനും പോകാറുണ്ട്. അമ്മയും അച്ഛനും ഞങ്ങള് ഷോപ്പിങ്ങിന് പോവുമായിരുന്നു. സിനിമ കാണാനും പോവാറുണ്ട്. പിന്നെ സൂ, പാർക്ക്, വണ്ടർലയിലും ഞങ്ങൾ പോയിട്ടുണ്ട്. അമ്മ അച്ഛനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അച്ഛന്റെ ഓഫീസ് ജോലികളിൽ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. നിങ്ങളാ ഒരു ദിവസം ഓഫീസിൽ പോയിട്ട് ജോലി നിർത്തിയത്. ഓഫീസിൽ പോണെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, നിങ്ങളുടെ മുത്തശ്ശിക്ക് ഇഷ്ടമല്ലല്ലോ. അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ദിവസവും അമ്മയുടെ ഓർമ്മയാ മനസ്സിൽ. അതെ, അമ്മ ഞങ്ങളെ വിട്ടു പോയതിനു ശേഷം അച്ഛൻ ഒരുപാട് വിഷമത്തിലായി. ഞങ്ങളെക്കാട്ടി അധികമായി അച്ഛനാ അമ്മയെ മിസ് ചെയ്യുന്നേ. വിഷമിക്കണ്ട മക്കളെ, ഞാനുണ്ടല്ലോ. ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. ഞങ്ങളുടെ അമ്മയെ പോലെ നമ്മളെ നോക്കാൻ പറ്റില്ലല്ലോ. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ അമ്മയല്ല. ഇല്ല മോളെ, ഞാനും നിങ്ങളുടെ അമ്മ തന്നെയാ. നിങ്ങൾ ഉണ്ണിയുടെ അമ്മയല്ലേ? നിങ്ങളുടെ രണ്ടുപേരുടെയും അമ്മ കൂടിയാ. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഞങ്ങളുടെ അമ്മയല്ല. ഞങ്ങളുടെ അച്ഛൻ ഉണ്ണിയുടെ അച്ഛനും അല്ല.
ഇതൊക്കെ നിങ്ങൾക്ക് ആരാ പറഞ്ഞു തരുന്നത്? ആര് പറഞ്ഞാലെന്താ? ഇന്ന് ഞങ്ങളെ ഇപ്പോ സ്കൂളിൽ പോകാൻ റെഡി ആക്കുവോ ഇല്ലയോ? നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറയൂ, അച്ഛൻ ഞങ്ങളെ റെഡിയാക്കും. അത് വേണ്ട, ഞാൻ തന്നെ റെഡിയാക്കിക്കോളാം.